ഇഡി സിപിഐഎമ്മിനെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കരുവന്നൂരിൽ സിപിഐഎം പുറത്താക്കിയവരെ മാപ്പുസാക്ഷിയാക്കിയാണ് ഇഡി കളിക്കുന്നതെന്നും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. കോൺഗ്രസ് ശരിയായ ദിശാബോധത്തോടെ മുൻപോട്ട് പോയിരുന്നെങ്കിൽ രാജ്യത്തിന്റെ മുഖം മാറുമായിരുന്നുവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സിപിഐഎമ്മിന് വോട്ട് കൊടുത്താൽ ഗവൺമെന്റ് വരില്ലല്ലോ, കോൺഗ്രസിനാണല്ലോ അത് സാധിക്കുക എന്ന് കരുതി ജനങ്ങൾ വോട്ട് ചെയ്തു. 1.75% വോട്ട് സിപിഐഎമ്മിൻ്റേത് കുറഞ്ഞിരുന്നുവെന്നും സ്വയം വിമർശനപരമായി അത് സിപിഐഎം ഏറ്റെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം 2.8% വോട്ട് UDFന് കുറഞ്ഞു. SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവർ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. UDFനൊപ്പം ഇവരെല്ലാം ചേർന്നു. തീവ്രവാദ സംഘടനകൾ നിശബ്ദമായി ലീഗിനൊപ്പം ചേർന്ന് UDFന് വോട്ട് ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ ചെലവിൽ BJP ജയിച്ചു. ഈ അന്തർധാരയാണ് അവർക്ക് ഭൂരിപക്ഷം നേടിക്കൊടുത്തതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അതേസമയം തന്നെ മനോരമയും മാതൃഭൂമിയുമാണ് UDFന്റെ സഖ്യകക്ഷികൾ. കള്ളങ്ങൾ ഇവർ പ്രചരിപ്പിക്കുകയാണ്. അടുത്ത സഖ്യകക്ഷി ED ആണെന്നും അദ്ദേഹം പറഞ്ഞു. കരുവന്നൂരിൽ സിപിഐഎം പുറത്താക്കിയവരെ മാപ്പുസാക്ഷിയാക്കി സിപിഐഎമ്മിനെതിരെ ആയുധമാക്കാനാണ് ED ശ്രമിക്കുന്നതെന്നും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് സംഭവം ഉണ്ടായി, അഴിമതിയുണ്ടായി. ഞങ്ങൾ അന്വേഷിച്ച് ആവശ്യമായ നിലപാട് ആദ്യം മുതലേ തീരുമാനിച്ചു. അവരെല്ലാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടവരെ പുറത്താക്കി. അവരെ മാപ്പുസാക്ഷികളായിട്ട് CPM-നെ വേട്ടയാടാനാണ് ഇപ്പോൾ ശ്രമം. അതിന്റെ ഭാഗമായിട്ടാണ് 13 സെന്റ് സ്ഥലം വാങ്ങിയ ബ്രാഞ്ച്, അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി, അതെല്ലാം ഈ ഫണ്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടുകെട്ടുക. ഒരു കണ്ടുകെട്ടലും നടക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം. സിപിഐഎമ്മിന്റെ ആയിരക്കണക്കിന് ബ്രാഞ്ചിന് സ്വന്തമായി ഭൂമിയും കെട്ടിടവുമുണ്ട്. ഇതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റിക്കും ഏരിയ കമ്മിറ്റിക്കും സ്വന്തമായി ഭൂമിയും കെട്ടിടവുമുണ്ടെന്നും ഘടകങ്ങൾ ഫണ്ട് പിരിക്കുന്നുണ്ടെന്നും സ്ഥലം വാങ്ങുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കെട്ടിടം വാങ്ങുന്നത് ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ്, രജിസ്ട്രേഷൻ ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണെന്നും കൃത്യമായി കണക്കുള്ള പാർട്ടിയാണ് CPIM എന്നും ഇതിന്റെ പേരിൽ EDക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. ഒരു നയാ പൈസ ഛേദം വന്നാൽ അതിനെതിരായി നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയല്ലേ CPIM. എന്തെങ്കിലും തെറ്റായ നിലപാടുണ്ടായാൽ ആ നിലപാട് സ്വീകരിച്ച ഒരാൾക്കും ഈ പാർട്ടിയിൽ സ്ഥാനമില്ലല്ലോ. അത് തൃശ്ശൂരായാലും കോഴിക്കോടായാലും കണ്ണൂരിലായാലും സ്ഥാനം ഉണ്ടാവില്ല. കൈരളി ന്യൂസ്, കോഴിക്കോട്.